ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി സൺഡേ. അപ്പം നമ്മളിപ്പോൾ എൻ്റെ കോലം എന്തെങ്കിലും ഇരിക്കുന്നത് വെച്ച് ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഞങ്ങളിന്ന് എല്ലാവരും എഴുന്നേറ്റപ്പം തന്നെ 11:30 ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ 12 മണിയായി. അപ്പോൾ ഇപ്പം സമയം 2 മണിയാവുന്നു. അപ്പം ബ്ലിസ്സിന് പപ്പ സാമ്പാർ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാറിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് സാമ്പാർ വയ്ക്കാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ പിന്നിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയായി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഇതുവരെ സാമ്പാർ വെച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പപ്പ സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോവുകയാണ്. പച്ചക്കറി വാങ്ങിക്കണം, സാമ്പാർ പൗഡർ വാങ്ങിക്കണം, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മേ ബി 4 മണിയാകും. കാരണം ഇപ്പം തന്നെ നമ്മൾ 1:30-2 മണിയായി. പപ്പയെ കാണിച്ചാൽ ഞാനും പപ്പയും കൂടെ വെറുതെ അവിടെ നിന്ന് എന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് കടയിൽ പോവാണ്. എനിക്കാണെങ്കിൽ ഞായറാഴ്ചയായിട്ട് ഭയങ്കര മടി. ഇങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ച് ഇനി കുളിക്കണം. ഇതിനൊക്കെ മടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പപ്പയെ കാണിച്ചത്. എവിടെ പോവാ? കടയിൽ പോയി. എന്തോ വാങ്ങിക്കാൻ? പച്ചക്കറി മേടിക്കാൻ. എന്തോ നമ്മൾ വെക്കാൻ പോകുന്ന? പച്ചക്കറി മേടിക്കാൻ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം സാമ്പാർ എന്ന് പറയാം, അതൊന്നും ഉണ്ടാക്കാം. അതെ, പപ്പയാണെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഫാദേഴ്സ് ഡേ ആയിട്ട് പപ്പ നമുക്കൊന്ന് സാമ്പാർ വെച്ച് സാമ്പാർ വെക്കാനൊന്നും അറിയത്തില്ല, പിന്നെ വെച്ച് നോക്കാം. എനിക്ക് നാളെ ഓഫീസിൽ പോകണം. നാളെയും കൂടി ലീവ് ചോദിച്ചാൽ നമ്മളെ 1-ാം തീയതി നല്ല ദിവസമാണ് സാമ്പാർ വെക്കാം. ഒരാളൂടെ കൂടെ വരുന്നുണ്ട്. അതെ അതെ, നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. എന്തുവാടി ഇങ്ങനെ കാണിച്ചെന്നേ? എന്തെങ്കിലും ഒന്നുമില്ല. പടാ എത്രയാ? നമ്മള് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിലോട്ട് പോവാണ്. കൊച്ചുള്ളി ഉണ്ട്. ഉള്ളി പ്രത്യേകം വേണം. യെസ്. സവാള വേണം. സവാള ഉണ്ട്. നമ്മള് വീട്ടിലോട്ട് പോവാണ്. ഉള്ള കറിയും കുട്ടിയെല്ലാം കഴിച്ചിട്ട് അവിടെ കിടക്കാനാണെങ്കിൽ സാമ്പാർ എന്തോ പറയാനാണെന്ന് പറയണമെങ്കിൽ മഴയെ പിടിച്ച സാമ്പാർ. പക്ഷെ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്, പക്ഷെ വെക്കാൻ മടിയാണ്. പപ്പ, ഞാനൊരു ലോട്ടറി എടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം, പക്ഷെ അടിച്ചില്ല. 50 രൂപ. ഇത് നോക്കണം. എന്തോ നോക്കുന്ന? നമുക്ക് മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുളകും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ കട വന്നതാണ്. പപ്പ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. മഴ ചാറുന്നുണ്ട് നന്നായിട്ട്. ഓ, പപ്പ തോന്നിക്കുന്നു. യോ, മഴ 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 പെയ്തു ഗൈസ്. ഓടണം. നമ്മളിത് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് നടക്കുവാണ്. മഴ ചാറുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഇനി പപ്പയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് വെക്കാനായിട്ട്. പപ്പ പോയ വഴിക്ക് ഒരു ലോട്ടറിയും കൂടെ എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോട്ടറി എടുത്തായിരുന്നു. ലോട്ടറി എടുക്കുന്ന ആളല്ല, പക്ഷെ ഇന്ന് എൻ്റെ ലോട്ടറി എടുത്തായിരുന്നു. പക്ഷെ അത് അടിച്ചില്ല. മഴക്കോള് കാണിച്ചു തരാം. കണ്ടോ, മഴക്കോള് വരുന്നത്. മുട്ട മഴയ്ക്കാണ് ഗൈസ്. മുട്ട മഴ വരുന്നുണ്ട്. അതിനുള്ളിൽ സാമ്പാർ വെക്കണം. എവിടെ പോന്നു? എവിടെ പോവാ? അപ്പം നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട്
ഇത് കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് കാണിക്കാൻ ഞാൻ. യൂട്യൂബും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് സാമ്പാർ വയ്ക്കാൻ. പപ്പ അറിയാന്നൊക്കെ പറയുന്നത് തോന്നുന്നു. പക്ഷെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് യൂട്യൂബും കൂടെ ഒന്ന് നോക്കണം. പപ്പ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് അരിയണം. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. പപ്പ ഉള്ളി പൊളിച്ചിട്ട് തന്നെ വിളിച്ചാൽ മതി. ഉള്ളി പൊളിക്കുന്ന കാര്യം എനിക്ക് പറ്റത്തില്ല. ബാക്കിയെല്ലാം ഞാൻ പിടിക്കും. നീ എന്താ ചതുരത്തിലല്ലേ അപ്പ അരിയണ്ടേ? ഞാൻ അരിയാം. വെണ്ടയ്ക്ക് ലാസ്റ്റ് ഇടാം. ഈ വെണ്ടയ്ക്ക എടുത്തു ബാക്കിയല്ലേ അതിങ്ങനെ കഷ്ണം കഷ്ണം ഇട്ടേ. ഇത് വിട്ട എല്ലാം ചതുരത്തിൽ. അതല്ല ഈ റെയിൻകോ ടൂറുണ്ട്. അതാണ് ടാസ്ക്. എന്തായാലും പിന്നെ ഇട്ട് ഇല്ല. കണ്ണാടിപ്പൂവേ കണ്ണാടിപ്പൂവേ. നീ ഇങ്ങോട്ട് ചെറുതായിട്ടല്ലേ ഒത്തിരി പോയിട്ട്. നീ ഇങ്ങോട്ട് അപ്പൊ ഇത് വെന്തങ്ങ് ഇതാവും. മനസ്സിലായോ? വലുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതങ്ങ് വെന്തങ്ങ് ചുരുങ്ങും. നമ്മള് പറയുന്നത് ഇത് വേന എടുത്താൽ എല്ലാം അത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കെല്ലാം വേണം. നല്ലൊരു വൈബ് കിട്ടും. നമുക്കിതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യണം. അച്ചോട്ടാ വെറുതെ ഇരിക്കുവാണോ? എന്നാ എനിക്ക് ബ്ലോഗ് ഒന്ന് എടുത്ത് വെച്ചോട്ടോ. അച്ചോട്ടൻ എന്തല്ല ഫോൺ നോക്കിയിരിക്കുമല്ലോ. എനിക്ക് വേണ്ടി ഇതിങ്ങനെ വെച്ചിട്ട് അരിയുന്നൊക്കെ ഭയങ്കര പാടാ. കണ്ണാടിപ്പൂവേ കണ്ണാടി. അപ്പൊ ഒരു പിച്ചാത്തിയും കൂടെ വേണമല്ലോ. മുറ്റമിതാകെ പൂത്തുന്നാട്ടെ. അയ്യെന്ന് പറഞ്ഞ ഒരു പ്രോയാന്ന് ഒപ്പയ്ക്ക് അറിയാലോ. ഹിമചിമ്മാവാനം ഓരോ നെറ്റിക്കൊരു കൊതു വന്നിട്ടുണ്ട്. പൊന്നോ, ഈ അരി നമ്മൾ എത്രത്തോളം കളയുന്നോ അല്ലെങ്കിൽ അത്രത്തോളം കഴിക്കും. പപ്പയ്ക്ക് ഇതുവല്ല അറിയാം. ഉപ്പച്ചനോട് ചോറുണ്ണാൻ വരാൻ പറ. ചോറും സാമ്പാറും. പരിപ്പ് വേവിക്കണം. അന്നേരം പിന്നെ ഇത് പിന്നിട്ടാൽ മതി. വേവിച്ച് അതിന് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് രണ്ടാമത് വെച്ചാൽ മതി. നമ്മള് പച്ചക്കറി ഉണ്ട്. അമരപ്പയറുണ്ട്, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, കായുണ്ട്, കോവയ്ക്കുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. പപ്പ നേരത്തെ ഹോട്ടലിലെങ്ങാണോ വർക്ക് ചെയ്തത്? ക്യാരറ്റ് ഉണ്ട്. പപ്പയുടെ കല്യാണത്തിനൊക്കെ അരിയുന്നവരായിരിക്കും. എന്റെ കണ്ണ് തീർക്കാൻ തുള്ളി കൊണ്ട് വരും. അതാ ലാഭം. പപ്പായ്ക്ക് അറിയാം. രണ്ട് കെട്ടി വെട്ടി സാമ്പാറിനായിട്ട് ഇതിനകത്ത് കടുവ അങ്ങനെ കിട്ടണം. കുറച്ച് വലുതായിട്ട് അരിയണം. അപ്പൊ നല്ല വെണ്ടയ്ക്ക ഇല്ലെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓ കൊടുക്കത്തെ കണ്ണുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തൊമര കഴിക്കാം. പച്ചക്കറി എല്ലാം വെച്ചാൽ രസമുണ്ടല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് സാമ്പാർ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. പപ്പയുടെ സാമ്പാർ മിക്കവാറും മറ്റേ കൊപ്പാർക്ക് സ്കൂളിലെ സാമ്പാർ പോലെ. അതറിയോ? എന്റെ മനസ്സിലെ സാമ്പാർ എന്ന് പറയുമ്പോൾ ഏതെന്നറിയോ? മറ്റേ ഈ ബ്രാഹ്മൺസിന്റെ ഒക്കെ കല്യാണത്തിന് കിട്ടുന്ന നല്ല കുറുകിയ മഞ്ഞ കളറിലെ സാമ്പാർ. അതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ എന്താണ് ചേട്ടന്റെ താക്കോലും ഒക്കെ പച്ചക്കറിക്ക് സാമ്പാറിനകത്ത് പച്ചമുളക് പ്രൊഫഷണലാണെന്നാ പറയുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ.
ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ടൊമാറ്റോ വേവിക്കാം. മതിയോപ്പാ? മതി. അത്രയും ഇത്ര മതി. ജസ്റ്റ് ഒരു വട്ടം ഒന്ന് കഴുകിയാൽ മതി. അപ്പം അതിൻ്റെ പറ്റത്തില്ല. ടൊമാറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അല്ല ഇതിലൊക്കെ മഞ്ഞപ്പൊടി എന്തെങ്കിലും ഉണ്ട്. എനിക്ക് മഞ്ഞപ്പൊടി എന്തോ ഉണ്ട്. അവര് പറഞ്ഞു വെളുത്തുള്ളി ഇടണ്ട, വെളുത്തുള്ളി വെളുത്തുള്ളി ഇടണ്ട, ഇത് മാത്രമായിട്ട് വേവിച്ച് ഇടാൻ പറയാം. ഇത് വെളുത്തുള്ളി ഇടുകയുണ്ട്. ഈ വെളുത്തുള്ളി ഇടാം. ഇപ്പോഴത്തെ ഇത് പണ്ടത്തെ ഈ ആൾക്കാരെ വെച്ച് പരിചയമുള്ള ഒരു പറഞ്ഞു. ഓക്കെ, ഇത് വേവട്ടെ. ഇനി നമുക്ക് ഈ കഷ്ണം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു പാത്രം കൂടെ എടുക്കാം. ആദ്യമായിട്ട് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്. ചേന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചേന ഇല്ലെങ്കിൽ ചേമ്പ്. വന്നടാ, വന്നു കേക്കുമായി വന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇത്ര ഉണ്ടല്ലോ ചേട്ടാ, കൊളാവോന്ന് ഗൈസ്, ഞങ്ങളുടെ അമ്മ സാമ്പാർ വെക്കാൻ പോവാണ്. പപ്പ അരക്കാനായിട്ട് പപ്പ ഇതുണ്ടോ? ഇതെങ്ങനെ ഇച്ചിട്ട് വേഗം ഒഴിച്ചിട്ടേ ഇങ്ങനെ വെച്ച സാമ്പാർ ഉച്ചപ്പുണ്ട്, അച്ചുണ്ട്, അമ്മയുണ്ട്. ഉണ്ടാക്കി ചക്കട വെക്കണം. ഇത് സോഫ്റ്റ്. ഇതെന്തോ കേക്കാം? ഇത് ചക്ക കേക്ക്, ഇത് ചക്ക ഹൽവ, ബീഫ് കറി ഇങ്ങനെ ഉണ്ട്. ബ്ലിസിന്റെ അമ്മ എനിക്കൊരു പേടി, ഇവര് വാങ്ങിക്കാന്ന് ഞാൻ പറയുന്നത് ട്രോളിങ് കഴിയുന്നിടം വരെ അടുത്ത കപ്പൽ മാറണം. ഒന്നുമില്ലെങ്കിൽ എല്ലാവരും കാര്യം പറയുന്ന തിരക്കിലാണ്. ഞാനിവിടെ എൻ്റെ ഫോൺ ബ്ലറാവുന്നു. ഞാനിവിടെ സാമ്പാറിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ണം ആയിക്കൊണ്ടിരിക്കുന്നു. എന്തോ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. യൂട്യൂബ് നോക്കിയിരിക്കത്തോ. പരിപ്പ് വേവിച്ചത് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ബാലൻസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ആ കഷ്ണം നന്നായിട്ട് വേവിച്ചിട്ട് അതിനകത്തോട്ട് ഈ തോമര മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കടുക് വറുത്ത് പച്ചമുളകും വെണ്ടയ്ക്കയും തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിനകത്തോട്ടിട്ട് കുറച്ച് കായപ്പൊടിയും പുളിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചാണ് സാമ്പാർ. അത് സാമ്പാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി കഴിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ എൻ്റെ സാമ്പാർ ദേ സാമ്പാർ എന്നാണോ വേണമെന്ന് മണം വരുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇച്ചിരിയുടെ കുറുകിയ സാമ്പാറില്ലേ, നല്ല ഇച്ചിരിയുടെ കറുത്ത കളറില്ലേ, മറ്റേ നമ്മുടെ ഈ ബ്രാഹ്മൺസിന്റെ സാമ്പാറില്ലേ, കുറുകിക്കോളും അല്ലേ? അങ്ങനെ വരണമെന്ന് ഞാൻ വിചാരിച്ചു. സൂപ്പറാണോ? ഇതാവുന്നു ചോദരട്ടെ. അപ്പൊ പപ്പ ടേസ്റ്റ് ചെയ്യുവാണ്. ഞാൻ ഇനി ഇപ്പോഴേ കഴിക്കുന്നില്ല. എങ്ങനുണ്ട് പപ്പയുടെ സാമ്പാർ? ദോശ സാമ്പാർ കഴിക്ക്. ഞാൻ ഇനി ഇപ്പോഴേ കഴിക്കുന്നില്ല ഗൈസ്. സമയം 4 മണിയായി. നമ്മളിപ്പോഴാണ് ചോറുണ്ണുന്നത്. സാമ്പാർ ഇതാ ഞാൻ വെക്കാത്ത. എനിക്കറിയാം സാമ്പാർ വയ്ക്കുന്നൊരു ടാസ്ക്കാണ്. ഒരു ദിവസം പോയി കൊണ്ടുവരും.
ബിരിയാണി വെച്ചൊരു ഫീല്. കഴിക്കൂ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് കുളിക്കണം. സമയം 4 മണിയാവുന്നു. ഞാൻ ചോറ് കഴിച്ചില്ല ഇതുവരെ, കാരണം എനിക്ക് വിശക്കുന്നില്ല. രാവിലത്തേത് കഴിച്ച് ഉച്ചയ്ക്കാ. പിന്നെ ചേച്ചിയുടെ കേക്കൊക്കെ കൊണ്ടുവന്നൊക്കെ എടുത്ത് ഏതാണ്ടൊക്കെ നുള്ളിപ്പറിക്കൊക്കെ കഴിച്ച്, അതുകൊണ്ട് വിശക്കുന്നില്ല. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ പപ്പ സാമ്പാർ വയ്ക്കാമെന്നാണ് പറഞ്ഞത്, പക്ഷെ സാമ്പാർ വെച്ചത് ഞാനാണ് തട്ടിക്കൂട്ടിയൊക്കെ. പക്ഷെ എൻ്റെ കൺസെപ്റ്റിലെ പോലെ ഒരു സാമ്പാർ അല്ലെങ്കിലും ഒരു മണമൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കിയില്ല, ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ വൈകിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് പപ്പ പറഞ്ഞു. ദോശയും സാമ്പാറും കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് സാമ്പാർ വയ്ക്കാൻ, എനിക്ക് സാമ്പാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സദ്യയിലാണെങ്കിലും കറികളിലാണെങ്കിലും. ഞങ്ങളുടെ ഓഫീസിലൊക്കെ ആണെങ്കിലും സാമ്പാർ കൊണ്ടുവന്ന് ഞങ്ങൾ അടിയാണ്. ഞങ്ങളുടെ അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ ഞങ്ങൾ പോയിട്ട് സാമ്പാർ ഇതുപോലെ 10-20 രൂപയ്ക്കൊക്കെ പാക്കറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും. അപ്പോൾ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, സാമ്പാർ നല്ല എല്ലാ കറികളും അങ്ങനെയാണ്, പക്ഷേ സാമ്പാർ എനിക്ക് പല ആൾക്കാരുടെ വീട്ടിൽ വയ്ക്കുന്ന സാമ്പാർ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. 10 വീട്ടിലും 10 സാമ്പാറായിരിക്കും വയ്ക്കുന്നത്. ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് 10 ലിബാം ഇട്ടാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 10 പേരുടെ വീട്ടിലും 10 സാമ്പാറായിരിക്കും വെക്കുന്നത്. ചിലയിടത്ത് നല്ല വെള്ളം പോലിരിക്കും, ചിലയിടത്ത് നല്ല കുറുകിയിരിക്കും. എനിക്ക് ഈ ബ്രാഹ്മൺസിൻ്റെ ഒക്കെ സാമ്പാറാണ് ഇഷ്ടം. ഈ സദ്യയിലൊക്കെ കാണുന്ന കുറുകിയ നല്ല കളറുള്ള സാമ്പാറുണ്ടല്ലോ. ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് പേര് വയ്ക്കുന്ന സാമ്പാർ ഇങ്ങനെ ഓർക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നന്നായിട്ട് വീഡിയോ ഫുൾ എടുക്കുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്കെല്ലാം സാമ്പാർ വയ്ക്കാൻ അറിയായിരിക്കും. അതുകൊണ്ട് വീഡിയോ അങ്ങനെ കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുത്തല്ല, പക്ഷെ ജസ്റ്റ് ഇന്ന് ഫാദേഴ്സ് ഡേ ഒക്കെ ആയിട്ട് പപ്പയെ കൊണ്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. നടക്കുമോ എന്നറിയത്തില്ല, മഴയുടെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ പിന്നെന്താ, പപ്പായ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ചക്ക ഫ്ലേവറിൻ്റെ ചക്ക കൊണ്ടുണ്ടാക്കി കേക്ക് കൊണ്ടുവന്നു. നല്ലതായിരുന്നു അത്. ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിന് വൈകിട്ട് കഴിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പോയി കുളിക്കണം. മഴയായതുകൊണ്ട് 2 ദിവസം കുളിയൊന്നുമില്ല. ഇന്നൊന്നും ലാവശ്യമായിട്ട് കുളിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് വെറുതെ ഒരു വ്ളോഗ് പോലെ എടുത്തതാണ്, കാരണം സൺഡേ ആണൊന്നും ചെയ്യാനില്ല. എല്ലാവരും സൺഡേ എന്ന് പറയുമ്പോൾ മടിയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയായി, കാരണം പനിയായിട്ട് ഇത്രയും ദിവസം ലീവായിട്ട് ഫുൾ മടി പിടിച്ചിരിക്കുവാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ഗായ്സ്, ബൈ.